നൽകിയത്. ADGP MR രാജ്കുമാറിന്റെ ദുരൂഹ ഫ്ളാറ്റ് ഇടപാടിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കവടിയാർ നന്ദൻകോടുള്ള കോണ്ടോ ഡാഫോഡിൽസ് എന്ന അപ്പാർട്ട്മെന്റിൽ 6ാം നിലയിലാണ് MR രാജ്കുമാറിന്റെ ഫ്ളാറ്റ്. 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസത്തിനുള്ളിൽ 65 ലക്ഷം രൂപയ്ക്കാണ് മറിച്ചു വിറ്റത്. 2016 ഫെബ്രുവരി 29 വിറ്റ ഫ്ളാറ്റ് ലൈല അശോകിന്റെ പേരിലാണ് ഇപ്പോഴുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. PV അൻവർ പറഞ്ഞ ADGP MR രാജ്കുമാറിന്റെ ദുരൂഹ ഫ്ളാറ്റ് ഇടപാട് അതിവിടെയായിരുന്നു. 15 വർഷം മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റിൽ 2016 ഫെബ്രുവരി 19 തീയതിയാണ് MR രാജ്കുമാർ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നത്. ഈ ബിൽഡിംഗിലെ 6B എന്ന ഫ്ളാറ്റായിരുന്നു MR രാജ്കുമാർ വാങ്ങിയത്. ഡാഫോഡിൽ എന്ന പ്രോജക്റ്റിന്റെ 6B ഫ്ളാറ്റ് MR രാജ്കുമാർ വാങ്ങുന്നത് 33,80,100 രൂപയ്ക്കാണ്. 10 ദിവസം കൊണ്ടാണ് ഈ ഫ്ളാറ്റിന്റെ വില ഇരട്ടിയാകുന്നത്. 10 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 29 തീയതി, അതായത് 2016 ഫെബ്രുവരി 29 തീയതി ഈ ഫ്ളാറ്റ് വിൽക്കുന്നത് 65 ലക്ഷം രൂപയ്ക്കാണ്. 10 ദിവസം കൊണ്ട് ഈ ഫ്ളാറ്റിന്റെ വില അങ്ങനെ ഇരട്ടിയായിരിക്കുന്നു. രേഖകൾ പ്രകാരം V ശിവപ്രസാദിന്റെ കയ്യിൽ നിന്നാണ് ഈ ഫ്ളാറ്റ് MR രാജ്കുമാർ വാങ്ങുന്നത്. 2016 ഫെബ്രുവരി 19 തീയതി വാങ്ങി 2016 ഫെബ്രുവരി 29 തീയതി മറിച്ചു വിൽക്കുന്നത് കവടിയാർ സ്വദേശിനിയായ ലൈല അശോക് എന്ന വ്യക്തിക്കാണ്. ഇപ്പോൾ ആ ഫ്ളാറ്റ് ലൈല അശോകിന്റെ പേരിൽ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് ആ ഫ്ളാറ്റ്. 2016 നിലനിന്നിരുന്ന നിയമപ്രകാരം ഒരു പ്രോപ്പർട്ടി വാങ്ങി 90 ദിവസത്തിനകം മറിച്ചു വിൽക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നൽകിയ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ഇരട്ടി തുക സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകണം. ആ രീതിയിൽ 2,03,500 രൂപയായിരുന്നു MR രാജ്കുമാർ രജിസ്റ്റർ ചെയ്യാൻ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകിയത്. അത് മറിച്ചു വിൽക്കുമ്പോൾ 4,07,000 രൂപ നൽകിയാണ് വീണ്ടും ലൈല അശോകിന്റെ പേരിലേക്ക് ഈ ഫ്ളാറ്റ് മാറ്റിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഫ്ളാറ്റ് ഇടപാട് ദുരൂഹമാകുന്നു എന്ന് ചോദിച്ചാൽ 10 ദിവസം കൊണ്ട് ഒരു പ്രോപ്പർട്ടിയുടെ വില ഇരട്ടിയായി എന്നത് തന്നെയാണ് ഉത്തരം. അതുകൂടാതെ 10 ദിവസം കൊണ്ട് എന്തുകൊണ്ട് MR രാജ്കുമാർ ഒരു പ്രോപ്പർട്ടി വാങ്ങി മറിച്ചു വിറ്റു? അത്തരത്തിൽ വിൽപ്പനയിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള കള്ളപ്പണമോ മറ്റ് അഴിമതിയോ നടന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളും പ്രസക്തമാണ്. ഉത്തരം കാണേണ്ടത് അന്വേഷണ സംഘമാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.